എന്താണ് പ്രസ്ബയോപ്പിയ? ഒരു ഐ ഡിഫക്റ്റ് ആയിട്ടുള്ള പ്രസ്ബയോപ്പിയനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. പ്രസ്ബയോപ്പിയ എന്ന് പറയുന്നത് നമ്മളെ വെള്ളയത്ത് എന്നൊക്കെ പറയുന്ന ആ ഒരു അസുഖമാണ് കേട്ടോ. ഈ പ്രസ്ബയോപ്പിയ എന്നുള്ള ടേം വരുന്നത് പ്രസ്ബസിൽ നിന്നും ഒപ്പിയയിൽ നിന്നുമാണ്. പ്രസ്ബസ് എന്ന് പറയുന്നത് ഓൾഡ് മെന്നെ സൂചിപ്പിക്കുന്ന ഒരു ടേം ആണ്. ഒപ്പിയ എന്നുള്ളത് കണ്ണിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം പ്രസ്ബയോപ്പിയ എന്ന് പറയുന്നത് ഓൾഡ് മാൻ ഐ എന്നാണ് അതിൻ്റെ ഒരു മൊത്തത്തിൽ ആ ഒരു വാക്കിന്റെ അർത്ഥമായിട്ട് വരുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഏജ് റിലേറ്റഡ് ഡിസോർഡർ ആണ്. ഇപ്പൊ ഏജ് റിലേറ്റഡ് കണ്ടീഷൻ ആണ് പ്രസ്ബയോപ്പിയ എന്നുള്ളത്. ഇനി ഈ പ്രസ്ബയോപ്പിയ ഉണ്ടാവാനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മൾ പ്രായമാകും തോറും ലെൻസിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ്. ലെൻസിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടു പോയിട്ട് അതിന് ഷേപ്പ് ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അതാണ് പ്രസ്ബയോപ്പിയ എന്ന് പറയുന്നത്. ലെൻസ് ലോസസ് ഇസ് എബിലിറ്റി ടു ചേഞ്ച് ഷേപ്പ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഷേപ്പ് മാറ്റാൻ പറ്റാതെ വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഡിഫറെന്റ് ഡിസ്റ്റൻസിലേക്ക് കണ്ണിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും. എസ്പെഷ്യലി നമ്മൾ അടുത്തുള്ളത് ക്ലോസപ്പ് ആയിട്ടുള്ള സംഭവത്തിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ നമുക്ക് അടുത്തുള്ളതൊന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. ലൈറ്റ് റേസ് റെറ്റിനയിൽ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അതാണ് പ്രസ്ബയോപ്പിയയിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലെൻസ് ഉപയോഗിച്ച് നമ്മൾ കണ്ണട വെച്ചിട്ട് തന്നെയാണ്. ബൈഫോക്കൽ ലെൻസ് വെച്ചിട്ടാണ്. ബൈഫോക്കൽ ലെൻസ് എന്താണ്? ബൈഫോക്കൽ ലെൻസ് എന്ന് പറയുമ്പം രണ്ട് ടൈപ്പ് ലെൻസ് ഉണ്ടാവും. കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും രണ്ടും ചേർന്നിട്ടുള്ള ബോത്ത് ടൈപ്പ് ഓഫ് ലെൻസസ് വരുന്ന ഒരു തരം ലെൻസാണ് ബൈഫോക്കൽ ലെൻസ് എന്ന് പറയുന്നത്. ഇപ്പം പ്രസ്ബയോപ്പിയയിൽ നമ്മൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസാണ് ബൈഫോക്കൽ ലെൻസ്. അതിന് എന്തുണ്ടാവും? കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും ചേർന്ന ലെൻസാണ് ബൈഫോക്കൽ ലെൻസ്. ഓക്കെ.